Independence Day parade is ready for inspection, sir. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ സമയം പരേഡ് പരിശോധിക്കുന്നു. സൈഡിൽ നിൽക്കണേ. കാണാൻ പറ്റില്ല.
പരേഡിന്റെ മുൻനിരയിലെ കണ്ടിജൻസ് കോളം ഫോർമേഷനിൽ സ്ലോ മാർച്ചിലായി വന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിക്കുന്നതിലേക്കായി ഓരോ വ്യൂഹങ്ങളും കടന്നുവരികയാണ്. ആദ്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ഇന്നത്തെ പരേഡ് കമാൻഡറായ അശ്വതി ജിജി IPS ആണ്. രണ്ടാമതായി അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡ് പ്രമോദ് V. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആംഡ് പോലീസ് ഇൻസ്പെക്ടർ രജിത് കുമാർ M നയിക്കുന്ന MSPയുടെ ഒരു പ്ലറ്റൂണാണ്.
ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ബിജു ബി നായർ നയിക്കുന്ന SAPയുടെ ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തതായി KAP 1-ാം ബറ്റാലിയനിലെ ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്ലറ്റൂണിനെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ രജിത് P നയിക്കുന്നു. ആംഡ് പോലീസ് ഇൻസ്പെക്ടർ മനോജ് TPയുടെ നേതൃത്വത്തിലുള്ള KAP 2-ാം ബറ്റാലിയന്റെ സായുധ വ്യൂഹമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. KAP 3-ാം ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. ഈ വിഭാഗത്തെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ബൈജു PL നയിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ബൈജു C നയിക്കുന്ന KAP 4-ാം ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണാണ്. ആംഡ് പോലീസ് ഇൻസ്പെക്ടർ സുരേഷ് K കൽമാടി നയിക്കുന്ന KAP 5-ാം ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് കേരള ആംഡ് വനിതാ ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണാണ്. പ്ലറ്റൂണിനെ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ശ്രീമതി ലിൻഡ മോൾ രാജൻ നയിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണാണ്. പ്ലറ്റൂണിനെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ദിനേശ് PV നയിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് തമിഴ്നാട് സ്റ്റേറ്റ് പോലീസിന്റെ ഒരു പ്ലറ്റൂണാണ്. ഈ പ്ലറ്റൂണിനെ ഇൻസ്പെക്ടർ തമിഴ് വാണൻ നയിക്കുന്നു.
അടുത്തതായി പരേഡിൽ പങ്കെടുക്കുന്ന കണ്ടിജന്റ് ലൈൻ ഫോർമേഷനിൽ ക്വിക്ക് മാർച്ചിൽ വന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിക്കുന്നതിലേക്കായി ഓരോ വ്യൂഹങ്ങളും കടന്നു വരികയാണ്. ആദ്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ഇന്നത്തെ പരേഡ് കമാൻഡറായ അശ്വതി ജിജി IPS ആണ്. രണ്ടാമതായി അഭിവാദനം അർപ്പിച്ച് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡ് പ്രമോദ് V. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ആംഡ് പോലീസ് ഇൻസ്പെക്ടർ രജിത് കുമാർ M നയിക്കുന്ന MSPയുടെ ഒരു പ്ലറ്റൂണാണ്. ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ബിജു B നായർ നയിക്കുന്ന SAPയുടെ ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. അടുത്തതായി KAP 1ാം ബറ്റാലിയനിലെ ഒരു പ്ലറ്റൂണാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്ലറ്റൂണിനെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ രജിത് P നയിക്കുന്നു. ആംഡ് പോലീസ് ഇൻസ്പെക്ടർ മനോജ് TP-യുടെ നേതൃത്വത്തിലുള്ള KAP 2ാം ബറ്റാലിയന്റെ സായുധ വ്യൂഹമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. KAP 3ാം ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. വിഭാഗത്തെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ബൈജു PL നയിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ബൈജു C നയിക്കുന്ന KAP 4ാം ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണാണ്. ആംഡ് പോലീസ് ഇൻസ്പെക്ടർ സുരേഷ് K കൽമാടി നയിക്കുന്ന KAP 5ാം ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് കേരള ആംഡ് വനിതാ ബറ്റാലിയന്റെ പ്ലറ്റൂണാണ്. ഈ പ്ലറ്റൂണിനെ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ശ്രീമതി ലിൻഡ മോൾരാജൻ നയിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെ പ്ലറ്റൂണാണ്. ഈ പ്ലറ്റൂണിനെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ദിനേശ് PV നയിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് തമിഴ്നാട് സ്റ്റേറ്റ് പോലീസിന്റെ പ്ലറ്റൂണാണ്. പ്ലറ്റൂണിനെ ഇൻസ്പെക്ടർ തമിഴ് വാണൻ നയിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് റാപ്പിഡ് റെസ്പോൺസ് ആൻഡ് റെസ്ക്യൂ ഫോഴ്സിന്റെ ഒരു പ്ലറ്റൂണാണ്. ഈ പ്ലറ്റൂണിനെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ഉദയകുമാർ K നയിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ ഒരു പ്ലറ്റൂണാണ്. ഈ പ്ലറ്റൂണിനെ പോലീസ് ഇൻസ്പെക്ടർ ശിവകുമാർ VR നയിക്കുന്നു. അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ജയിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് കിരൺ VJ നയിക്കുന്ന കേരള പ്രിസൺസ് വിഭാഗത്തിന്റെ ഒരു പ്ലറ്റൂണാണ്. കേരള എക്സൈസ് വിഭാഗത്തിന്റെ ഒരു വ്യൂഹമാണ് അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. വ്യൂഹത്തെ നയിക്കുന്നത് എക്സൈസ് ഇൻസ്പെക്ടർ പ്രശാന്ത് JS. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ രതീഷ് KV നയിക്കുന്ന കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കണ്ടിജന്റാണ്. കേരള അഗ്നിശമന സേനാ വിഭാഗത്തിന്റെ ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വ്യൂഹത്തെ സ്റ്റേഷൻ ഓഫീസർ അരുൺ മോഹനെ നയിക്കുന്നു.
അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്ലറ്റൂണാണ്. പ്ലറ്റൂണിനെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബിപിൻ കുമാർ നയിക്കുന്നു. അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് സൈനിക് സ്കൂളിന്റെ പ്ലറ്റൂണാണ്. പ്ലറ്റൂണിനെ സീനിയർ അണ്ടർ ഓഫീസർ ശുഭം ജാംഗ്ര നയിക്കുന്നു. സീനിയർ അണ്ടർ ഓഫീസർ റിജേഷ് RA നയിക്കുന്ന NCC സീനിയർ ഡിവിഷൻ ആർമി വിംഗ് ബോയ്സിന്റെ ഒരു കണ്ടിജന്റാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അണ്ടർ ഓഫീസർ കുമാരി അമൃത അനിൽ നയിക്കുന്ന NCC സീനിയർ വിംഗ് ആർമി ഗേൾസിന്റെ ഒരു പ്ലറ്റൂണാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. കാഡറ്റ് ക്യാപ്റ്റൻ കല്യാൺ ശിവ നയിക്കുന്ന NCC സീനിയർ ഡിവിഷൻ നേവൽ യൂണിറ്റാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്ലൈറ്റ് സർജന്റ് ആകാശ് S നയിക്കുന്ന NCC ജൂനിയർ ഡിവിഷൻ എയർ വിങ്ങിന്റെ ഒരു പ്ലറ്റൂണാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. അടുത്തതായി സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് ബോയ്സിന്റെ ഒരു കണ്ടിജന്റാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. കണ്ടിജന്റിനെ മാസ്റ്റർ ശിവനന്ദൻ HS നയിക്കുന്നു. കുമാരി ശ്രീപ്രിയ നയിക്കുന്ന സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് ഗേൾസിന്റെ ഒരു കണ്ടിജന്റാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഭാരത് സ്കൗട്ട്സിന്റെ ഒരു വ്യൂഹമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. വ്യൂഹത്തെ ട്രൂപ്പ് ലീഡർ മാസ്റ്റർ ആകാശ് J നയിക്കുന്നു. ഭാരത് ഗൈഡ്സിന്റെ കമ്പനി ലീഡറായ കുമാരി അശ്വതി ഹരിപ്രസാദ് നയിക്കുന്ന ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മൗണ്ടഡ് പോലീസ് റിസർവ് സബ് ഇൻസ്പെക്ടർ അനൂപ് MA നയിക്കുന്ന മൗണ്ടഡ് പോലീസ് വിഭാഗമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവസാനമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് തിരുവനന്തപുരം സിറ്റി പോലീസിന്റെയും മലബാർ സ്പെഷ്യൽ പോലീസിന്റെയും സ്പെഷ്യൽ ആംഡ് പോലീസിന്റെയും കേരള ആംഡ് പോലീസ് 1, 2, 3, 4, 5 ബറ്റാലിയനുകളുടെയും ബ്രാസ് ബാൻഡ്, പൈപ്പ് ബാൻഡ് തുടങ്ങിയ വിഭാഗങ്ങളാണ്. ഇവയെ ബാൻഡ് സബ് ഇൻസ്പെക്ടർ ബിജു കുമാർ നയിക്കുന്നു.
അടുത്തതായി പരേഡ് റിവ്യൂ ഓർഡറിൽ വന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിക്കുന്നു. Parade will advance in review order by the center. Quick march. സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യദിനമാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതീവ ദുഃഖത്തിൻ്റേതായ ഒരന്തരീക്ഷത്തിലാണ് ഇത്തവണ നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. കേരളം മാത്രമല്ല, ഇന്ത്യയാകെ ആ ദുഃഖത്തിൽ ആഴ്ന്നിരിക്കുന്ന ഘട്ടമാണിത്. എന്നാൽ വിഷമിച്ചിരുന്നാൽ മതിയാവില്ല, നമുക്ക് അതിജീവിക്കേണ്ടതുണ്ട്. നാടിൻ്റെ പൊതുവായ അതിജീവനത്തിനായുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുന്നതാവണം ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ. സ്വാതന്ത്ര്യലബ്ധിയുടെ 8 ദശാബ്ദത്തോളമാകുന്ന ഈ ഘട്ടം ഒരു തിരിഞ്ഞു നോട്ടത്തിൻ്റേത് ആകേണ്ടതുണ്ട്. സ്വതന്ത്ര ഇന്ത്യക്കായുള്ള പോരാട്ടത്തിൻ്റെ ഘട്ടത്തിൽ എന്തൊക്കെയായിരുന്നു നമ്മുടെ സ്വപ്നങ്ങൾ? അവയിൽ എന്തൊക്കെ സാക്ഷാത്കരിക്കാൻ നമുക്ക് കഴിഞ്ഞു? ഇനിയും നേടിയെടുക്കാനുള്ളവ എന്തൊക്കെയാണ്? അതിനായി ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമാകുന്നത്. വൈദേശികാധിപത്യത്തിനെതിരായ ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിരുന്ന ത്യാഗധനരായ ധീര ദേശാഭിമാനികളെയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ജീവൻ വെടിഞ്ഞ രക്തസാക്ഷികളെയും ഓർമ്മിക്കേണ്ടതുണ്ട്. അവരുടെ സ്മരണകൾക്ക് അഭിവാദ്യം അർപ്പിക്കേണ്ടതുണ്ട്. അതിനപ്പുറം അവരുടെ സ്വപ്നങ്ങൾ എന്തായിരുന്നു എന്ന് ചിന്തിക്കേണ്ടതുമുണ്ട്. സാമ്രാജ്യാധിപത്യത്തിനും രാജഭരണത്തിനും പകരം ജനാധിപത്യ ഭരണ സംവിധാനം നിലവിൽ വരുത്തുക എന്തായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നം. അത് യാഥാർത്ഥ്യമാക്കത്തക്ക വിധത്തിലാണ് വ്യത്യസ്ത ചിന്താധാരകളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള നമ്മുടെ ഭരണഘടനയിൽ ഇന്ത്യയെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി വിശേഷിപ്പിച്ചത്. കഴിഞ്ഞ 78 വർഷം കൊണ്ട് ജനാധിപത്യ സംവിധാനത്തെ സംരക്ഷിച്ചു നിർത്തുന്നതിലും മെച്ചപ്പെടുത്തുന്നതിലും ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് അഭിമാനകരമാണ്. നമ്മുടെ അതേ ഘട്ടത്തിൽ തന്നെ സ്വാതന്ത്ര്യം നേടിയ പല രാജ്യങ്ങളിലും ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ
പല ആവർത്തി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ജനാധിപത്യം വെല്ലുവിളികൾ നേരിട്ടിട്ടുള്ള ഘട്ടങ്ങളിൽ അതിനെ സംരക്ഷിക്കാൻ ഇന്ത്യൻ ജനതയൊന്നാകെ ജാഗരൂകരായി നിലകൊണ്ടിട്ടുണ്ട് എന്നതിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം. ജാഗ്രതായ അത്തരം ഇടപെടലുകൾ തുടർന്നും ഉണ്ടാകുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം ഓരോ ഇന്ത്യക്കാരനുമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഓരോ സ്വാതന്ത്ര്യദിനവും നടത്തുന്നത്. സാക്ഷരത, വിദ്യാഭ്യാസം, ആരോഗ്യം, പട്ടിണി, പാർപ്പിടം, കൃഷി, ഉൽപ്പാദനം, വ്യവസായം, സേവനം, സമ്പദ്ഘടന എന്നിങ്ങനെ പല മേഖലകളിലും 1947 ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ മികച്ച നിലയിലാണ് ഇന്ന് ഇന്ത്യ ഉള്ളത്. IT-യുടെയും സ്റ്റാർട്ടപ്പുകളുടെയുമൊക്കെ ഹബ്ബാണ് ഇന്ന് ഇന്ത്യ. ശാസ്ത്ര സാങ്കേതിക വിദ്യ, ബഹിരാകാശ രംഗങ്ങളിലടക്കം അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അതേസമയം തന്നെ നമ്മുടെ പൊതുവായ ശാസ്ത്രാവബോധത്തിൽ കോട്ടമുണ്ടാകുന്നു എന്ന സാഹചര്യം നാം കാണാതെ പോകരുത്. കേവലം കോട്ടം വരൽ മാത്രമല്ല, അന്ധവിശ്വാസങ്ങളുടെ, ദുരാചാരങ്ങളുടെ, പ്രാകൃത അനുഷ്ഠാനങ്ങളുടെ പുനരുജ്ജീവനത്തിലേക്ക് പോലും പോകുന്നു. ഏത് ഇരുണ്ട ഘട്ടത്തെ താണ്ടിയാണോ പുതുകാലത്തേക്ക് വന്നത്, ആ കാലത്തിൻ്റെ അന്ധകാരത്തെ തിരിച്ചു കൊണ്ടുവരാൻ ജാതിയെയും വർഗീയതയെയും ആയുധമാക്കി ചിലർ ശ്രമിക്കുന്നു. അത് നമ്മുടെ മതനിരപേക്ഷതയെപ്പോലും അപകടത്തിലാക്കുന്നു. ഇതിനെ എങ്ങനെ ഫലപ്രദമായി മറികടക്കാമെന്നത് നാം ഈ ഘട്ടത്തിൽ പ്രത്യേകമായി വിലയിരുത്തേണ്ടതുണ്ട്. ശാസ്ത്രാവബോധത്തിലുണ്ടാകുന്ന പിന്നോട്ടുപോക്ക് വിഘടന, വിഭാഗീയ പ്രവണതകൾക്ക് വളം വെക്കുന്ന അവസ്ഥ പോലും സൃഷ്ടിക്കുന്നുണ്ട് എന്നത് നാം ഗൗരവമായി കാണേണ്ടതുണ്ട്. ഇത്തരം പ്രവണതകൾ രാജ്യത്തിൻ്റെ ഐക്യത്തെയും അഖണ്ഡതയെയും പ്രതികൂലമായി ബാധിക്കാതിരിക്കാൻ ഒരു ജനത എന്ന നിലക്ക് നാം സവിശേഷ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. രാജ്യത്തെവിടെയും വിവേചനങ്ങളും അതിക്രമങ്ങളും നേരിടുന്ന ജനവിഭാഗങ്ങളോട് ഐക്യപ്പെടാനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും നിലനിൽപ്പ് ഉറപ്പുവരുത്താനും നാം ബദ്ധശ്രദ്ധരായിരിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അശാസ്ത്രീയ പ്രചരണങ്ങളെയും വിഘടന വിഭാഗീയ ശ്രമങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നമ്മുടെ നാടിന് മുന്നേറാൻ കഴിയും. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ നേട്ടങ്ങളുണ്ടെന്ന് പറയുമ്പോഴും ഈ 21-ാം നൂറ്റാണ്ടിൽ പോലും പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി പ്രവചിക്കാനും ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം ഉറപ്പുവരുത്തുന്ന വിധത്തിൽ അവയ്ക്കെതിരായ പ്രതിരോധം തീർക്കാനും രാജ്യത്തിന് കഴിയുന്നില്ല എന്നത് നമ്മെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. പൊതുവായ മുന്നറിയിപ്പുകളല്ല, കൃത്യമായ പ്രവചനങ്ങളാണ് ദുരന്തങ്ങളെ പ്രതിരോധിക്കാൻ ഉപകരിക്കുക എന്നത് ലോകത്താകെയുള്ള പല അനുഭവങ്ങളും ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തും ആ നിലയിലേക്ക് ഉയരാൻ വേണ്ട ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്. രാജ്യത്തിൻ്റെ ഉയർച്ച ഉറപ്പുവരുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുക രാജ്യത്തിൻ്റെ വ്യത്യസ്ത പ്രദേശങ്ങളുടെ സമതുലിതമായ വികസനമാണ്. എല്ലാ പ്രദേശങ്ങൾക്കും വിഭാഗങ്ങൾക്കും ഭരണനിർവഹണത്തിൽ തുല്യ പങ്കാളിത്തവും വിഭവങ്ങളുടെ മേൽ തുല്യ അവകാശവും ഉറപ്പുവരുത്താതെ പ്രാദേശികമായ അസന്തുലിതാവസ്ഥകൾക്ക്
പരിഹാരം കാണാൻ കഴിയുകയില്ല. അത് ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ ഇന്ത്യൻ ജനാധിപത്യത്തെ പൂർണ്ണതോതിൽ അർത്ഥവത്താക്കാൻ കഴിയുകയുള്ളൂ. അതേസമയം തന്നെ പ്രാദേശിക അസന്തുലിതാവസ്ഥകൾക്ക് ആക്കം കൂട്ടുന്ന നടപടികൾ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുമുണ്ട്. ഇക്കാര്യത്തിൽ ജനങ്ങളുടെയാകെ ജാഗരൂകമായ സമീപനത്തിനും കാര്യക്ഷമമായ ഇടപെടലിനും വലിയ പ്രസക്തിയുണ്ട്. ജനകീയ പങ്കാളിത്തത്തോടെ വികസനക്ഷേമ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും അധികാര വികേന്ദ്രീകരണം ഉറപ്പുവരുത്തുന്നതിലുമെല്ലാം രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനമായി കേരളം ഏകീകരിക്കപ്പെടുന്നത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടി ഏതാണ്ട് ഒരു ദശാബ്ദത്തോളം കഴിഞ്ഞ ഘട്ടത്തിലാണ്. ആ കേരളം ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ, ഭരണനിർവഹണം, ക്രമസമാധാനം, സാമൂഹ്യ സുരക്ഷിതത്വം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇന്ന് രാജ്യത്തിൻ്റെ മുൻപന്തിയിലാണ് എന്നത് കേരളീയർക്കാകെ അഭിമാനം പകരുന്ന വസ്തുതയാണ്. ഐക്യരാഷ്ട്രസഭയുടെയും നീതി ആയോഗിൻ്റെയും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ മുൻപന്തിയിലാണ് കേരളം. പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സിൽ ഏറ്റവും മികച്ച ഭരണനിർവഹണമുള്ള സംസ്ഥാനമായി തുടർച്ചയായി വിലയിരുത്തപ്പെട്ടിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനമായി സെൻറ്റർ ഫോർ മീഡിയ സ്റ്റഡീസ് വിലയിരുത്തിയിട്ടുള്ളത് കേരളത്തെയാണ്. ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം ഏറ്റവും മികച്ച ക്രമസമാധാന നിലയുള്ളതും ഒരൊറ്റ വർഗീയ സംഘർഷം പോലും ഇല്ലാത്തതുമായ നാടാണ് കേരളം. ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കും മാതൃമരണ നിരക്കുമുള്ള സംസ്ഥാനമാണ് കേരളം. നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച സ്കൂൾ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്താണ് കേരളം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ PSC നിയമനങ്ങൾ നടക്കുന്ന സംസ്ഥാനമാണ് കേരളം. രാജ്യത്തെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റമുള്ള സംസ്ഥാനമാണ് കേരളം. രാജ്യത്തെ വ്യവസായ മേഖലയിലെ ബെസ്റ്റ് പ്രാക്ടീസാണ് നമ്മുടെ സംരംഭകത്വ വർഷം പദ്ധതി. പച്ചക്കറികൾക്കും പഴവർഗ്ഗങ്ങൾക്കും താങ്ങുവിലയുള്ള രാജ്യത്തെ ഏക സംസ്ഥാനമാണ് കേരളം. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായുള്ള പ്രത്യേക പദ്ധതി നടപ്പാക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം. ഭൂരഹിതരും ഭവനരഹിതരുമില്ലാത്ത ഏക സംസ്ഥാനമായി കേരളം മാറുകയുമാണ്. ഇത്തരത്തിൽ വ്യത്യസ്ത മേഖലകളിൽ നമ്മൾ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളെ കൂടുതൽ സമാഹരിച്ച് ശക്തിപ്പെടുത്താനും പുതിയ കാലത്തിന് അനുയോജ്യമായ വിധത്തിൽ കേരളത്തെ ഒരു നവകേരളമാക്കി പരിവർത്തിപ്പിക്കാനുമാണ് നമ്മൾ ശ്രമിക്കുന്നത്. വിജ്ഞാന സമ്പദ്ഘടനയും നൂതനത്വ സമൂഹവുമായ ആ നവകേരളം എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ഉൾച്ചേർക്കുന്നതും ആയിരിക്കും. അതുകൊണ്ട് തന്നെ നവകേരള നിർമ്മാണത്തിൽ സംസ്ഥാന സർക്കാരിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുമൊപ്പം ഓരോ വ്യക്തിക്കും സന്നദ്ധ സംഘടനകൾക്കും എല്ലാം വലിയ പങ്ക് വഹിക്കാനുണ്ട്. ജീവകാരുണ്യപരവും അതേസമയം വികസനോന്മുഖവുമായ പങ്ക് ദുരിതത്തിൽപ്പെട്ടവരുടെ കണ്ണീര് തുടച്ചുകൊണ്ട് അവരുടെ കൈപിടിച്ചുയർത്തുകയും നാടിൻ്റെ ഭാവിക്ക് അനുയോജ്യവും പുതിയ തലമുറ ആഗ്രഹിക്കുന്നതുമായ പദ്ധതികൾ നടപ്പാക്കുകയും വേണം. ആ നിലക്കുള്ള സമൂഹത്തിൻ്റെ ആകെ ഉത്തരവാദിത്വപൂർണമായ ഇടപെടലാണ് വയനാട്ടിൽ നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലുള്ളവർ മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ളവരും രാജ്യത്തിന് പുറത്തുള്ളവരും ഈ ദുരന്തഘട്ടത്തിൽ നമ്മെ സഹായിക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളും നമ്മെ സഹായിക്കുന്നുണ്ട്. അവരോടെല്ലാമുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തട്ടെ. നമ്മുടെ ഒരുമയെയും ഐക്യത്തെയും ഊട്ടിയുറപ്പിച്ചുകൊണ്ട് നവകേരള നിർമ്മിതിയിൽ തുടർന്നും
മുന്നേറാനാവണം. അതിനുള്ള പ്രചോദനമാകണം വ്യത്യസ്ത ധാരകളിൽപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്മരണ. അവർ സ്വപ്നം കണ്ട ഇന്ത്യ യാഥാർത്ഥ്യമാക്കുമെന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ട് ഈ 78ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ നമുക്ക് അന്വർത്ഥമാക്കാം. എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു. താങ്ക് യു സർ. Attention! Officers, return sword. Parade! Shoulder up. Parade is over. May I march off the parade, sir? ഈ സമയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെ പരേഡ് വിടവാങ്ങുന്നു. Close order, march! Parade! Left and right, turn! Rear conditions on the center. Left and right wing, quick march! Middle conditions on the center. Left and right wheel, quick march! അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് മെഡലുകൾ, കറക്ഷണൽ സർവീസ് മെഡലുകൾ തുടങ്ങിയവ സമ്മാനിക്കുന്നതാണ്. On the center. Left and right wheel, quick march! സേവനകാലത്തുടനീളം തെളിയിച്ച മികവും അർപ്പണബോധവും നേതൃപാഠവും പുരസ്കരിച്ച് പോലീസ് സേനയിലെ ഇനിപ്പറയുന്ന ഉദ്യോഗസ്ഥർക്ക് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമ്മാനിക്കുന്നു. ശ്രീ അമോസ് മാമൻ IPS, SP റിട്ടയർഡ്, SSB തൃശൂർ റേഞ്ച്. ശ്രീ ബിജി ജോർജ് T, SP ക്രൈംബ്രാഞ്ച് എറണാകുളം.
സേവനകാലത്തുടനീളം പ്രകടിപ്പിച്ച മികവിനും ആത്മാർത്ഥതയ്ക്കും നേതൃപാടവത്തിനും കർമ്മധീരതയ്ക്കുമുള്ള അംഗീകാരമായി പോലീസ് സേനയിലെ ഇനി പറയുന്ന ഉദ്യോഗസ്ഥർക്ക് പ്രശസ്ത സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമ്മാനിക്കുന്നു. ശ്രീ പി പ്രകാശ് IPS, IGP, ക്രൈംബ്രാഞ്ച്, കോഴിക്കോട്. ശ്രീ VU കുര്യാക്കോസ് IPS, പ്രിൻസിപ്പൽ പോലീസ് ട്രെയിനിംഗ് കോളേജ്, തിരുവനന്തപുരം. ശ്രീ PC സജീവൻ IPS, SP, ട്രാഫിക് നോർത്ത് സോൺ, കോഴിക്കോട്. ശ്രീ PA മുഹമ്മദ് ആരിഫ് IPS, അസിസ്റ്റന്റ് ഡയറക്ടർ പോലീസ് സയൻസ്, കേരള പോലീസ് അക്കാദമി, തൃശൂർ. ശ്രീ TK സുബ്രഹ്മണ്യൻ IPS, SP, ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ, TDB. ശ്രീ KK മൊയ്തീൻ കുട്ടി IPS, SP, ക്രൈംബ്രാഞ്ച്, കോഴിക്കോട് ആൻഡ് വയനാട്. ശ്രീ അജയകുമാർ വേലായുധൻ നായർ, SP, വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ, SIU 2nd, തിരുവനന്തപുരം. ശ്രീ പ്രേമരാജൻ TP, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്, റിട്ടയർഡ്, ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച്, കണ്ണൂർ സിറ്റി. ശ്രീ അബ്ദുൾ റഹീം A, DYSP, റിട്ടയർഡ്, SSB ഹെഡ്ക്വാർട്ടേഴ്സ്, തിരുവനന്തപുരം. ശ്രീ അജിത് കുമാർ GL, DYSP, സിറ്റി ഡിറ്റാച്ച്മെന്റ്, SSB, തിരുവനന്തപുരം. ശ്രീ ഷംസുദ്ദീൻ S, DYSP, ക്രൈംബ്രാഞ്ച്, പാലക്കാട്. ശ്രീ VK രാജു, DYSP, കൊടുങ്ങല്ലൂർ. ശ്രീ KK സജീവ്, ACP, സ്പെഷ്യൽ ബ്രാഞ്ച്, തൃശൂർ സിറ്റി. ശ്രീ KV പ്രമോദൻ, ACP, സ്പെഷ്യൽ ബ്രാഞ്ച്, കണ്ണൂർ സിറ്റി. ശ്രീ ഹരിപ്രസാദ് MK, അസിസ്റ്റന്റ് കമാൻഡന്റ്, IRB, തൃശൂർ.
ശ്രീ രാജേന്ദ്രൻ PR, സബ് ഇൻസ്പെക്ടർ റിട്ടയർഡ് കെപ്പ, തൃശൂർ. ശ്രീ മുരളീധരൻ നായർ K, സബ് ഇൻസ്പെക്ടർ റിട്ടയർഡ്, വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ, തിരുവനന്തപുരം. ശ്രീ ബിജു ലാൽ CPK, സബ് ഇൻസ്പെക്ടർ SSB, കണ്ണൂർ സിറ്റി. ശ്രീമതി അപർണ ലവകുമാർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ, സൈബർ പോലീസ് സ്റ്റേഷൻ, തൃശൂർ സിറ്റി. ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള അഗ്നിരക്ഷാ പുരസ്കാരം ലഭിച്ചവർ: ശ്രീ ബെന്നി മാത്യു, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ. ശ്രീ കൃഷ്ണൻ S, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഗ്രേഡ്. ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ പ്രശസ്ത സേവനത്തിനുള്ള അഗ്നിരക്ഷാ പുരസ്കാരം ലഭിച്ചവർ: ശ്രീ നൌഷാദ് M, ഡയറക്ടർ ടെക്നിക്കൽ. ശ്രീ രാജശേഖരൻ നായർ, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഗ്രേഡ്. ശ്രീ സുഭാഷ് KB, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഗ്രേഡ്. ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള കറക്ഷണൽ മെഡൽ ശ്രീ DR അജയകുമാർ, സബ് ജയിൽ സൂപ്രണ്ട് റിട്ടയർഡ്. ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ സ്തുത്യർഹമായ സേവനത്തിനുള്ള കറക്ഷണൽ മെഡൽ ശ്രീമതി ശ്യാമളാംബിക, അസിസ്റ്റന്റ് സൂപ്രണ്ട് റിട്ടയർഡ്. മനുഷ്യത്വപരവും ജീവകാരുണ്യപരവുമായ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ബഹുമാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ജീവൻ രക്ഷാ പതക് നേടിയിട്ടുള്ളവരെ 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആദരിക്കുകയാണ്. ശ്രീ ജസ്റ്റിൻ ജോർജ് 2021 ഒക്ടോബർ മാസത്തിലെ പ്രളയത്തിൽ കോട്ടയം ജില്ലയിലെ കൂട്ടിക്കലിലുണ്ടായ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും പെട്ട 3 കുടുംബങ്ങളിലെ കുട്ടികളും മാതാപിതാക്കളും അടങ്ങുന്ന 20ഓളം പേരെ സ്വന്തം ജീവൻ മറന്ന് രക്ഷിച്ച ജസ്റ്റിൻ ജോർജിനെ ധീരതയുടെയും സ്നേഹത്തിൻ്റെയും സേവന സന്നദ്ധതയുടെയും അംഗീകാരമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജീവൻ രക്ഷാ പതക് നൽകി ആദരിക്കുന്നു. കേരളത്തെ ആഴത്തിൽ മുറിവേൽപ്പിച്ച 2024 വയനാട് ദുരന്തത്തിലും ജസ്റ്റിൻ ജോർജ് സേവന സന്നദ്ധതയുടെയും ആത്മാർത്ഥതയുടെയും കരുത്തായി നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ശ്രീ വിൽസൺ, മലപ്പുറം ജില്ലയിലെ
നിലമ്പൂർ വില്ലേജിൽ രാമൻകുത്ത് ചെക്ക് ഡാമിന് സമീപം കുതിരപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ടുപോയ ഒരു കുടുംബത്തിലെ 4 പേരുടെ ജീവൻ തൻ്റെ ജീവൻ പോലും വകവയ്ക്കാതെ പുഴയിലെ ആഴങ്ങളിലേക്ക് അതിസാഹസികമായി എടുത്തു ചാടി രക്ഷപ്പെടുത്തിയ ശ്രീ വിൽസന്റെ അസാമാന്യ ധീരതയുടെയും ത്യാഗമനോഭാവത്തിൻ്റെയും അംഗീകാരമായി ജീവൻ രക്ഷാ പതക് നൽകി ആദരിക്കുന്നു. അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർവോത്തം ഉത്തം ജീവൻ രക്ഷാ പതക്കങ്ങൾ അടുത്തതായി പരേഡിൽ പങ്കെടുത്ത ഏറ്റവും നല്ല പോലീസ് കണ്ടിജന്റിനുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ട്രോഫിയും മികച്ച ടേൺ ഔട്ടിനുള്ള സംസ്ഥാന പോലീസ് മേധാവിയുടെ റോളിംഗ് ട്രോഫിയും ഏറ്റവും നല്ല നോൺ പോലീസ് കണ്ടിജന്റിനുള്ള സിറ്റി ജില്ലാ പോലീസ് മേധാവിയുടെ ട്രോഫികളും സമ്മാനിക്കുന്നു. ഏറ്റവും മികച്ച പോലീസ് കണ്ടിജന്റ് കേരള ആംഡ് പോലീസ് വിമൻ ബറ്റാലിയൻ. അടുത്തതായി മികച്ച ടേൺ ഔട്ടിനുള്ള സംസ്ഥാന പോലീസ് മേധാവിയുടെ റോളിംഗ് ട്രോഫി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമ്മാനിക്കുന്നു. മികച്ച ടേൺ ഔട്ട് സ്പെഷ്യൽ ആംഡ് പോലീസ് ബറ്റാലിയൻ. അടുത്തതായി ഏറ്റവും നല്ല നോൺ പോലീസ് കണ്ടിജന്റിനുള്ള സിറ്റി ജില്ലാ പോലീസ് മേധാവിയുടെ ട്രോഫികൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകുന്നു. മികച്ച നോൺ പോലീസ് കണ്ടിജന്റ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്. മികച്ച നോൺ പോലീസ് കണ്ടിജന്റ് ജൂനിയർ NCC ജൂനിയർ ഡിവിഷൻ എയർ വിംഗ്. അടുത്തതായി സായുധ സേന പതാക ദിന ഫണ്ടിലേക്ക് ഏറ്റവും കൂടുതൽ തുക സമാഹരിച്ചവർക്കുള്ള റോളിംഗ് ട്രോഫി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമ്മാനിക്കുന്നു. ഒന്നാം സമ്മാനം തിരുവനന്തപുരം. പ്രോത്സാഹന സമ്മാനം കാസർഗോഡ്. NCCക്കുള്ള മുഖ്യമന്ത്രിയുടെ ട്രോഫികളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമ്മാനിക്കുന്നു. 29K ബറ്റാലിയൻ NCC തേഞ്ഞിപ്പാലം മലപ്പുറം. അടുത്തതായി മികച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ ട്രോഫി അദ്ദേഹം സമ്മാനിക്കുന്നു. മികച്ച വിദ്യാഭ്യാസ സ്ഥാപനം PSMO കോളേജ് തിരൂരങ്ങാടി മലപ്പുറം. അടുത്തതായി തിരുവനന്തപുരം ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ദേശഭക്തി ഗാനങ്ങൾ.
അടുത്തതായി സ്വതന്ത്ര ഭാരത ഭൂമി വിടരും എന്ന് തുടങ്ങുന്ന മലയാള ഗാനം. എന്ന് തുടങ്ങുന്ന മറാഠി ഗാനം. Sa
ഇന്ന് ഇവിടെ അരങ്ങേറിയ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ ഇതോടെ സമാപിക്കുകയാണ്. സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നേരിൽ കാണുന്നതിനായി എത്തിച്ചേർന്ന എല്ലാവർക്കും കേരള സംസ്ഥാന സർക്കാരിൻ്റെ നന്ദി.